അന്ന് ഞാൻ ഈ പറഞ്ഞ അടിയന്തരാവസ്ഥയിൽ ഇവർ കൊണ്ടുവരും വല്ലാതെ അടിച്ചു. ഞാൻ കുറേ ദിവസം കൊയിലാണ്ടി ആശുപത്രിയിലായിരുന്നു. പോലീസിന്റെ അകമ്പടിയോട് മജിസ്ട്രേറ്റ് ഈ ആശുപത്രിയിലേക്ക് നീക്കിയതാണ്, ഞാനടക്കമുള്ള കുറേ ആളുകൾ. അങ്ങനെ ആശുപത്രിയിൽ കിടന്ന് അവിടുന്ന് വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കോടതിയിൽ ഹാജരാക്കി. അങ്ങനെ വീണ്ടും കോടതിയിൽ നിന്ന് റിമാൻഡ് ചെയ്യും. അങ്ങനെ ആണ് അത് തുടർന്ന് പോയത്. അന്ന് ഞങ്ങൾക്ക് വാദിക്കാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് പി.കെ. കുഞ്ഞിരാമൻ പൊതുവാള എന്ന് പറഞ്ഞ കോഴിക്കോട്ടെ ഒരു പ്രഗത്ഭ അഭിഭാഷകനുണ്ട്. അയാളായിരുന്നു വന്നത്. അയാൾ വാദിച്ച് അതും അപ്പോഴത്തേക്ക് 4.5 മാസം കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഇത്. കാരണം മറ്റേ തടവുകാരല്ല, കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള തടവുകാരല്ലാത്തതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് കോടതിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നുള്ള ചോദ്യത്തിനൊന്നും പോലീസിന് ഉത്തരവില്ല. കുറെ കള്ളക്കഥകൾ പഴയ ചില എന്തെങ്കിലുമൊക്കെ എടുത്ത് ഉദ്ധരിക്കും. കാരണം അതിനൊന്നും വലിയ ക്ഷാമം ഉണ്ടാകില്ലല്ലോ എടുക്കാന്. ആ ബസ് സ്റ്റാൻഡിന് അവിടെ ഒരു ചക്രവർത്തി കോർണർ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു, പൊതുയോഗം നടക്കുന്നത്. അതിന്റെ പേര് ചക്രവർത്തി കോർണറായിരുന്നു. അത് നമ്മുടെ സിലോൺ ഹോട്ടലിന്റെ മുമ്പിലായിട്ട് വരും. അത് അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു വലിയ. അതിന്റെ പരിസരത്താണ് പൊതുയോഗം ചേരുക.